അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ടുഡേ Jan 22, 2025 നമ്മൾ മലേഷ്യ ലങ്കാവി പോവാണ്. അപ്പോൾ നമ്മൾക്ക് കൊച്ചിനാണ് നമ്മൾ ചൂസ് ചെയ്തത്. കൊച്ചിൻ വയ ബാംഗ്ലൂർ ടു ലങ്കാവി. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് വെയിറ്റ് ചെയ്യാം. കുറച്ച് സ്റ്റിൽസ് എടുത്തു, പിന്നെ കുറച്ച് സ്നാക്സ് കഴിച്ചു, പിന്നെ നമുക്ക് ബോർഡിങ്ങിനുള്ള ടൈമായി. സോ ഹേച്ചുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ നമുക്കറിയില്ല എങ്ങനെയാണ് അവളുടെ റിയാക്ഷൻ എന്ന്. സോ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുക. സോ നമ്മൾ ഫ്ലൈറ്റ് കയറി. ഹേച്ച് ഫ്ലൈറ്റ് മൊത്തത്തിലൊന്ന് നോക്കുക. നമ്മൾ എന്നിട്ട് എല്ലാവരും സെറ്റിലായി. നമ്മൾ 5 പേരുണ്ടായിരുന്നു, ഹേച്ചു അടക്കം. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ രാത്രിയാണ് പോയത്. ഏകദേശം 9:45 എന്ന് പറഞ്ഞിട്ട് ടൈം ഒരു 10:30 കഴിഞ്ഞു. നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തപ്പോൾ ലേറ്റായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഏച്ചുവിന് കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഒരു ചെറിയ ചെവിട് വേദന വന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു. ബട്ട് ഷി ഗോട്ട് ഇറിറ്റേറ്റഡ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ നമ്മൾ വ്യൂസ് എല്ലാം കണ്ട് നമ്മൾ ബോർഡടിച്ചപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തൊപ്പിക്കളി കളിച്ച് ബാംഗ്ലൂർ ഡൊമസ്റ്റിക് എയർപോർട്ടെത്തി. സോ ഇവിടെ നിന്ന് നമ്മൾ ഒരു വാനിൽ ലഗേജിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണം. നമ്മളുടെ ലഗേജ് ഡയറക്റ്റ് ലങ്കാവിലോട്ടായിരുന്നു. ബട്ട് വി ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ്. സോ വി ഹാഡ് സ്പെൻഡ് അറൗണ്ട് 30 minutes ഓവർ ദെയർ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. നമ്മൾ നോട്ടീസ് ചെയ്യണ്ടേ. യെസ്, ദിസ് ഈസ് ദി കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ. ഈ എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യൂ, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു ഫ്രണ്ട്ലി എയർപോർട്ടായിരുന്നു. പക്ഷെ ഭയങ്കര റഷായിരുന്നു. മേ ബി ബിക്കോസ് ഇറ്റ്സ് എ ട്രാൻസിറ്റ് എയർപോർട്ട്, അതുകൊണ്ടായിരിക്കാം ഭയങ്കര റഷായിരുന്നു അന്ന്. പിന്നെ ഇത് വലിയൊരു എയർപോർട്ടായതുകൊണ്ട് നടന്ന് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഷട്ടിൽ വാൻ എടുത്ത് ആ വാനിൽ കയറിയിട്ട് ഒരുവിധം ഏരിയാസ് കവർ ചെയ്തു. നല്ല പിക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ടായിരുന്നു. സീ ദ ബെൽ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു കേട്ടോ. സോ നമ്മൾ ഈ വണ്ടിയിലാണ് എയർപോർട്ടിൽ ചുറ്റി കണ്ടത്.